വെബ് സ്ക്രാപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെബ്സൈറ്റ്സിൽ നിന്നും ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും. അതായത് വെബ്സൈറ്റ്സിൻ്റെ ടൈറ്റിൽ, അതുപോലെ തന്നെ അതിനകത്തെ പ്രൈസ്, അതുപോലെ ടേബിൾസ്, അതുപോലെ ടെക്സ്റ്റ്, ഈ ഡാറ്റകളെല്ലാം നമുക്ക് പൈത്തൺ ഉപയോഗിച്ചിട്ട് സ്ക്രാപ്പ് ചെയ്തെടുക്കാം. അതിന് നമുക്ക് പൈത്തണകത്ത് മെയിൻലി 2 ലൈബ്രറീസാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് റിക്വസ്റ്റ് എന്ന് പറയുന്നതും പിന്നെ ബ്യൂട്ടിഫുൾ സൂപ്പ് എന്ന് പറയുന്നതും. ഇത് നമ്മൾ കൂടുതലായിട്ട് നമുക്ക് ഡാറ്റ അനാലിസിസ്, ഓട്ടോമേഷൻ, അതുപോലെ കണ്ടന്റ് അഗ്രിഗേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം. നമുക്കിത് എങ്ങനെ ചെയ്യാം എന്നുള്ളതൊന്ന് സ്ക്രിപ്റ്റ് എഴുതി നോക്കാം. വെബ് സ്ക്രാപ്പിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ 2 ലൈബ്രറീസ് ആണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഒന്ന് റിക്വസ്റ്റ് എന്ന് പറയുന്നതും ഒന്ന് ബ്യൂട്ടിഫുൾ സൂപ്പും. റിക്വസ്റ്റ് എന്ന് പറയുന്ന ലൈബ്രറിയാണ് നമുക്ക് വെബ്സൈറ്റുമായിട്ട് കണക്ട് ചെയ്യാനും റിക്വസ്റ്റ് ചെയ്യാനും ഉപയോഗിക്കുന്ന ഒരു ലൈബ്രറിയാണ് റിക്വസ്റ്റ്. പിന്നെ ബ്യൂട്ടിഫുൾ സൂപ്പ് ആണ് നമുക്ക് കിട്ടുന്ന ഡാറ്റ, HTML ടെക്സ്റ്റ് നമുക്ക് കിട്ടുന്നതിനെ പാഴ്സ് ചെയ്യാനും അതിലേക്കൂടെ നാവിഗേറ്റ് ചെയ്യാനും ഒക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു ലൈബ്രറിയാണ് ബ്യൂട്ടിഫുൾ സൂപ്പ്. അപ്പോൾ നമ്മൾ നമ്മുടെ URL, നമുക്ക് ഏത് വെബ്സൈറ്റ് ആണോ സ്ക്രാപ്പ് ചെയ്യേണ്ടത് അത് നമ്മൾ URL-നകത്ത് പറയുന്നു. നമ്മൾ വൺ ടീം സൊല്യൂഷൻസിന്റെ വെബ്സൈറ്റ് ആണ് പറയുന്നത്, അത് URL-ൽ കൊടുത്തു. പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാം ഹെഡേഴ്സ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ. അതിനകത്ത് നമ്മൾ യൂസർ ഏജന്റ് എന്ന് പറഞ്ഞ് നമ്മളൊരു ഡിക്ഷണറി പോലെ അങ്ങോട്ട് പാസ് ചെയ്യാണ്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു വെബ്സൈറ്റിലേക്ക് കണക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോഴത്തേക്ക് അത് ബോട്ടാണോ അല്ലെ ഏതെങ്കിലും സ്ക്രിപ്റ്റ് ആണെന്ന് ഉപയോഗിച്ചിട്ട് ബ്ലോക്ക് ചെയ്യാറുണ്ട്. അപ്പൊ അതിനെ ഫേക്ക് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ക്രോമിൽ നിന്നും വരുന്ന ഒരു റിക്വസ്റ്റ് എന്നുള്ള രീതിയിൽ ഫേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ യൂസർ ഏജന്റ് എന്ന് പറയുന്ന ഹെഡർ നമ്മൾ റിക്വസ്റ്റിൽ സെൻഡ് ചെയ്യുന്നത്. അപ്പൊ റിക്വസ്റ്റ് എന്ന് പറയുന്ന ലൈബ്രറിയുടെ ഗെറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ, അപ്പൊ ഗെറ്റ് എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ഫംഗ്ഷനകത്ത് നമ്മൾ URL പറയുന്നു. അതുപോലെ ഏത് URL, ഏത് വെബ്സൈറ്റ് ആണോ വേണ്ടത് എന്നുള്ളത് അവിടെ പറഞ്ഞു കൊടുക്കുന്നു. അതുപോലെ ഹെഡേഴ്സും നമ്മൾ പറയുന്നു, യൂസർ ഏജന്റ് ഹെഡർ ആയിട്ട് പോകുന്നു. അപ്പൊ നമുക്ക് ആ പേജുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് കണക്ട് ചെയ്യും, നമുക്കവിടെ ബ്യൂട്ടിഫുൾ സൂപ്പ് എന്ന് പറയുന്ന ക്ലാസിന്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. അതിനകത്ത് നമ്മൾ പേജ് ഡോട്ട് ടെക്സ്റ്റ്, നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന HTML ടെക്സ്റ്റ് മുഴുവൻ ഇതിനകത്ത് കിട്ടും പേജ് ഡോട്ട് ടെക്സ്റ്റിനകത്ത്. അതുപോലെ രണ്ടാമത്തെ ഇത് നമ്മൾ പൈത്തണിന്റെ പാഴ്സ് ചെയ്യാൻ, HTML പാഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് HTML ഡോട്ട് പാഴ്സർ എന്ന് കൊടുക്കുന്നു. അങ്ങനെ നമുക്ക് ഈ സൂപ്പ് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് നമുക്ക് ആ മുഴുവൻ HTML-ഉം ആ വെബ്സൈറ്റിലെ, അതായത് വൺ ടീം സൊല്യൂഷൻസിന്റെ മുഴുവൻ HTML-ഉം കിട്ടും. നമുക്ക് ഇനി അതിലൂടെ അതിനകത്ത് ടൈറ്റിൽസ് അല്ലെ കോഴ്സസ് അങ്ങനെ എന്തൊക്കെ വേണേലും ഡിവ്, അതൊക്കെ നമുക്ക് നാവിഗേറ്റ് ചെയ്യുകയും പാഴ്സ് ചെയ്യുകയും ചെയ്യാം. നമ്മൾ അങ്ങനെ ഇവിടെ ടൈറ്റിൽ മാത്രം എടുത്ത് പ്രിന്റ് ചെയ്യുന്നതാണ് നമ്മുടെ പ്രോഗ്രാം. നമുക്ക് റൺ ചെയ്ത് നോക്കാം. നമുക്ക് കാണാം ആ വെബ്സൈറ്റിന്റെ ടൈറ്റില് ഇവിടെ പ്രിന്റ് ചെയ്തിരിക്കുന്നത് കാണാം. അപ്പൊ ഇത് നമുക്ക് ഒത്തിരി ഈ പറയുന്ന പോലെ ഡാറ്റ അനലിറ്റിക്സിനൊക്കെ നമുക്ക് ഇതുപോലെ ഡാറ്റ എടുത്തിട്ട് പല സ്ഥാപനങ്ങളുടെ കോഴ്സസ് എടുത്ത് കാണിക്കുകയോ ഒക്കെ ചെയ്യണേ നമുക്ക് ചെയ്യാൻ ഇത് ഉപകാരപ്പെടും.